വചനം ദൈവമെന്ന ആത്മീയ പ്രഭാഷണ വിരുന്നിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. നമ്മുടെ ആത്മീയ ജീവിതയാത്രയാകുന്ന ഓട്ടക്കളത്തിൽ ബിരുദം പ്രാപിക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഓടണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൻ്റെ നിറവിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ബിരുദം പ്രാപിക്കുവാൻ കഴിയുന്ന നിലയിൽ ഒരു ഓട്ടം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. 1, ബിരുദം പ്രാപിക്കുവാൻ കഴിയുന്ന നിലയിൽ ഓടുവാനുള്ള ആഗ്രഹമുണ്ടാകണം. 2, അതിനു വേണ്ടിയുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകണം. 3, നമ്മൾ വർജിക്കേണ്ട കാര്യങ്ങൾ വർജിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആത്മീയ ജീവിതയാത്രകളിൽ ബിരുദം പ്രാപിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരാഗ്രഹമുള്ളവരാണോ? അതിനുവേണ്ടിയുള്ള ഒരു പ്രവൃത്തി നമുക്കുണ്ടോ? അതിനായി വർജിക്കേണ്ട കാര്യങ്ങൾ വർജിക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യണം. അങ്ങനെ വർജിക്കേണ്ടതിനെ വർജിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഓടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, സ്തോത്രം, അതിനനുയോജ്യമായ ഒരു പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ അവകാശത്തിൻ്റെ അവകാശികളായി മാറുവാൻ സാധിക്കുകയില്ല, അതിൽ പ്രവേശിക്കുവാനും കഴിയുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് അല്പം കൂടെ ആഴങ്ങളിൽ ആത്മാവിൻ്റെ നിറവിലിറങ്ങുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എല്ലാ പേരും, സ്തോത്രം, മേഘത്തിന് കീഴിലായിരുന്നവരാണ്. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുപോയവരാണ്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നവരാണ്. എല്ലാവരും അനുഗമിച്ച ആത്മീയ പാറയും ക്രിസ്തുവായിരുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, എല്ലാവരും ആത്മീയ യാത്രയിൽ ഓടിയവരാണ്. എങ്കിലും അവർക്ക് വ്യക്തമായി ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അവർ വഴിയാത്രയിൽ പോകാൻ കാരണമായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ വർജിക്കേണ്ടതിനെ വർജിക്കാൻ കഴിയാതെ പോയപ്പോൾ അവർ ദുരാഗ്രഹികളായി, ദുർമോഹികളായി, വിഗ്രഹാരാധകരായി, പരസംഗം ചെയ്യുന്നവരായി, കർത്താവിനെ പരീക്ഷിക്കുന്നവരായി മാറിയപ്പോൾ ഈ സ്വഭാവങ്ങൾ വർജിക്കുവാൻ കഴിയാത്ത നിലയിൽ അത് അവരുടെ ആത്മീയ ജീവിതയാത്രയെ കുടുക്കി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന നിലവാരത്തിൽ അവരുടെ പ്രവൃത്തികളെ മാറ്റിയപ്പോൾ അവർ വഴിയിൽ പട്ടുപോകുന്നവരായി തീർന്നു എന്ന തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതയാത്രകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ വിജയം വരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിലും അതിനുവേണ്ടിയുള്ളൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു എങ്കിലും വിട്ടുമാറേണ്ട കാര്യങ്ങൾ വിട്ടുമാറാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് മടങ്ങി വരുന്ന ഒരു ദിനമായി ഇന്നത്തെ ദിവസം മാറട്ടെ. അതിനെ തിരിച്ചറിഞ്ഞ് അനുഗ്രഹത്തിലേക്ക് കടക്കുന്ന ദിനമായി ഇന്നത്തെ ദിവസം മാറട്ടെ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നാം
ഓട്ടക്കളത്തിൽ നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ വിജയാളികളായിത്തീരും. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്ത് നിന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശത്തിലേക്ക് നാം കടക്കും. അതിൻ്റെ അവകാശികളായി മാറും. നിത്യ സന്തോഷത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിത്തീരും. ജയാളികളായി മാറും. അതിനായി ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ക്രിസ്തുവിൽ വിരാമമിടുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.